അങ്ങനെ വിഴിഞ്ഞത്ത് വരുമ്പോൾ വിഴിഞ്ഞത്ത് ഈ മറൈൻ അക്വേറിയം ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ല. ഇതാ കടലിനകം എങ്ങനെയായിരിക്കും, കടലിൻ്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഇവിടെ കാണാം. ഇങ്ങനെയൊക്കെയാണ് കടലിനകം ഉണ്ടായിരിക്കുന്നതെന്ന് തോന്നുന്നു. മീനുകൾ ഇത് കൃത്യമായിട്ടെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിഴിഞ്ഞത്ത് വരുമ്പോൾ വിഴിഞ്ഞത്ത് ഈ മറൈൻ അക്വേറിയം ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ല. വിഴിഞ്ഞം മറൈൻ അക്വേറിയം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അവർ മാനേജ് ചെയ്യുന്നതാണ്. അപ്പോൾ 20 രൂപ ടിക്കറ്റാണ് അഡൽറ്റിന്. കുട്ടികളാണെങ്കിൽ 10 രൂപയേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് കയറാം. മറൈൻ റിസർച്ച് അക്വേറിയം ICAR CMFRI സാഗരിക. അപ്പോൾ ഇതിനകത്ത് കയറി ഇതിനകത്ത് എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതാ കടലിനകം എങ്ങനെയായിരിക്കും, കടലിൻ്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഇവിടെ കാണാം. ഇങ്ങനെയൊക്കെയാണ് കടലിനകം ഉണ്ടായിരിക്കുന്നതെന്ന് തോന്നുന്നു. മീനുകൾ ഇത് കൃത്യമായിട്ടെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കൊച്ചുകുട്ടികൾ ഏത് സ്കൂളിൽ നിന്ന് കാണാൻ വന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ അവർ കണ്ട് ബഹളമാക്കി അവർ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ കണ്ടോ മനസ്സിലാക്കിയോ എന്താണെന്നറിയില്ല. കടലിനകമൊക്കെ കടലിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെയാണ് കാണുന്നത്. അവിടെ നിന്നൊക്കെയുള്ള പ്രോഡക്റ്റ് കല്ലും ഒക്കെ തന്നെ ആയിരിക്കും എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് കൊഞ്ചല്ലേ, എന്താണ് പറയുന്നത്? ഇത് കൊഞ്ചല്ലല്ലോ, റാളോ? റാൾ. ഓ ശരി. ഭയങ്കര വിലയാണ് ഇത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ. കടൽപ്പുറ്റുകൾ പോലുള്ള സംഭവങ്ങൾ, കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ, ഇതൊക്കെ ഒരു കടലിൻ്റെ സൗന്ദര്യങ്ങളാണ്. എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. വിഴിഞ്ഞത്ത് വരുന്നവർ മറൈൻ അക്വേറിയം നിർബന്ധമായിട്ടൊന്ന് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് അല്ലേ? ഇതെല്ലാം മനസ്സിലാകാത്ത പേരുകൾ. സ്റ്റാർ ഫിഷ് ഉണ്ടല്ലോ ഇതിനകത്ത്. സ്റ്റാർ ഫിഷ് എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാർ ഫിഷിനെ കാണുന്നില്ലല്ലോ. സ്റ്റാർ ഫിഷ്, സിൽവർ മൂണി. നല്ല രസമുണ്ട് അളിയന്മാരിങ്ങനെ ഓടി നടക്കുന്ന കാണാൻ. ഇപ്പോൾ നമ്മൾ കടപ്പുറത്ത് കണ്ടത് ഇത്തരം മീനുകളാണോ എന്ന് സംശയമുണ്ട്, നമുക്കറിയില്ല. എങ്കിലും നമുക്കിതൊക്കെ കണ്ട് തന്നെ പോകാം. കടലിൻ്റെ അടിത്തട്ട് ഇതുപോലെയാണ്, പക്ഷേ മത്സ്യങ്ങൾ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഡിഫറെൻറ്റ് മത്സ്യങ്ങളാണ്, വരെയുള്ള മത്സ്യങ്ങൾ. സിബ്ര ലൈൻ പോലെയുള്ള വരെയുള്ള മത്സ്യങ്ങളാണ്. ഇത് വിഴിഞ്ഞം അക്വേറിയത്തിന് അകത്തുള്ള ഇത് എല്ലാ സൈഡും ഒരുപാട് നിരന്ന് കാണാൻ ധാരാളമുണ്ട്. ഇത് നമ്മളൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട. നമുക്ക് കടലിനുള്ളിൽ ഒരു പക്ഷേ പോകാൻ കഴിയില്ല. കടലിനുള്ളിലെ കാഴ്ചകളും കടലിനുള്ളിലെ മത്സ്യങ്ങളും അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകും. ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കി പോകുന്നവർക്കാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാകും. ഇതിനെയൊക്കെ കുറിച്ച് കൂടുതൽ ആഗ്രഹമുള്ളവർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു പോകാവുന്നതാണ്. ഒരു മത്സ്യം ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം അല്പം ടയേർഡായിട്ടുണ്ട്. രാത്രി മുഴുക്കെ ഇന്നലെ ഡ്യൂട്ടി ആയിരുന്നു. ഇന്നലെ ഇവിടെ കടലിലെ സെക്യൂരിറ്റിയാണ്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. പുള്ളിക്കാൻ പകൽ ഇച്ചിരി വന്നൊന്ന് വിശ്രമിക്കുകയാണ്. ശല്യപ്പെടുത്തണ്ട, ഉറങ്ങിക്കും കേട്ടോ. നൈറ്റിൽ ഇറങ്ങിയാൽ മതി. വീണ്ടും കുറച്ച് സൗന്ദര്യമുള്ള മത്സ്യങ്ങളും അതിൻ്റെ കക്ക, മണൽ പോലുള്ള സംഭവങ്ങളൊക്കെ തട്ടിലുള്ളത്. ഇവിടെ വള്ളി സർക്കിളിലൊരു സംഭവമുണ്ട്. അവിടെ ഒരു പ്രത്യേകതരം മീൻ. ഇതെന്തോ ഒരു നമ്മളെ പേടിപ്പെടുത്താൻ വരുന്നൊരു മീനാണ്. ഒരു ഷിപ്പ് വരുന്ന പോലെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വരവ്. ഏതൊരു സബ്മറൈനൊക്കെ പോകുന്ന പോലെ പോകുന്നുണ്ട്. കിടിക്കിടി. അടിപൊളി. അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാനേ നിവൃത്തിയുള്ളൂ. കാരണം ഇത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടാങ്കാണ്. അതിനവിടെ ചുറ്റിപ്പറ്റി കിടന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നു.
എന്താടാ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു സംഭവത്തിലേക്കാണ്. ഇത് വലിയ ചിറക്, ഭീകരമായ ചിറക് ഉള്ള മീൻ. ഇച്ചിരി ഉള്ളെങ്കിലും എന്താ ചിറകിൻ്റെ അഹങ്കാരം കണ്ടോ. കുഞ്ഞൊരു മീൻ, ചിറകാണെങ്കിലോ വിരിഞ്ഞ് നിൽക്കുന്നു. നോക്കൂ. ഇപ്പുറ സൈഡിൽ ഒരു ഞണ്ടാണോ, ഞണ്ടിൻ്റെ അസ്ഥികൂടം മാത്രമേ ഉള്ളൂ. ഞണ്ടിൻ്റെ പ്രതിമയാണോ എന്നറിയില്ല, ഒരനക്കമില്ല. അദ്ദേഹം ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുന്ന ഞണ്ടാണോ എന്നറിയില്ല, അതോ ഇനി അത് ഞണ്ടിൻ്റെ പ്രതിമ വല്ലതും ആണോ എന്തായാലും. പക്ഷേ ഇത് രണ്ട് മീനുകൾ അനക്കമുണ്ട്, അത് ചലിക്കുന്നുണ്ട്. സ്റ്റാർ ഫിഷ്. മറ്റേ ആശാൻ്റെ ചെറിയൊരു ആശാൻ്റെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഹലോ അളിയാ. അപ്പോൾ വിഴിഞ്ഞത്ത് വരുന്നവർ മറൈൻ അക്വേറിയം ഒന്നും കണ്ടില്ല എന്ന് വേണ്ട. മറൈൻ അക്വേറിയം ഉള്ള വിഴിഞ്ഞം ഹാർബറിനോട്ട് പോകുന്ന വഴിക്കാണ്, പോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ്. ഇതുണ്ടോ ഒരു സൗന്ദര്യമുള്ളൊരു മത്സ്യം പോകുന്നുണ്ട്. എൻ്റെ ചിറകുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരുപാട് ലെയറുകളായിട്ടാണ് എൻ്റെ ചിറകിട്ടുള്ളത്. പിന്നെ മറ്റൊരെണ്ണം. ഇതെല്ലാം ഈ മത്സ്യങ്ങളൊക്കെ ഭക്ഷിക്കാനുള്ളതാണോ, സൗന്ദര്യത്തിനുള്ളതാണോ, ചന്തത്തിനുള്ളതാണോ, എല്ലാം ഓരോ ടൈപ്പുകളാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിൽ അക്വേറിയങ്ങളിൽ സൂക്ഷിക്കാൻ പറ്റിയ പാകത്തിലുള്ള കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളാണിത്. ഇവിടെയും ഒരു കൃത്യമായ മത്സ്യങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നീല മത്സ്യം ഒരു അതിൻ്റെ അടുത്തൊരു വെള്ള മത്സ്യം കൂടെ വന്ന് ഒരു കിന്നരം പറയുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ചിറക് ഒരു ഒഴുക് പോലെയാണ് ഒഴുകുന്നത്. ചിറക് അതിൻ്റെ ഉണ്ടോ, താളം തുള്ളുന്ന പോലെയാണ്. പ്രത്യേകത മറ്റു മത്സ്യം, അതായത് ഒരു പൈപ്പിൽ ഒട്ടി നിൽക്കുന്ന പോലുള്ള മത്സ്യമാണ്. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒട്ടി നിൽക്കുന്നു. ദൂരെ നിന്നും മറ്റ് ഭാഷകളൊക്കെ സംസാരിക്കുന്ന പലരും ഇവിടെ വരുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമ്മൾ വരുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാണ്. സമുദ്ര മത്സ്യ ഗവേഷണ അക്വേറിയം, ഹാച്ചറി സമുച്ചയം. വലിയ ആമകൾ ഉണ്ട് അവിടെ. എങ്ങനെ കാണാൻ കഴിയുമെന്നറിയില്ല. കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ ആമ. ചെറിയ ആമകൾ ഇവിടെ ഉണ്ട്. ചെറിയ ആമകൾ വെള്ളത്തിന് മേലിൽ തല എത്തി വെച്ച് നോക്കുന്ന ഒരു ആമയാണിത്. ഒരു വലിയ മത്സ്യം സഞ്ചരിക്കുന്നുണ്ട്. നമുക്ക് എത്രമാത്രം കൃത്യമായിട്ട് കാണാം, ഗ്ലാസ്സിലൂടെയൊക്കെ ആയതുകൊണ്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ കഴിയണമെന്ന്. കണ്ടു അത് ഓടിപ്പോയി. നമ്മളെ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടാണോ എന്നറിയില്ല. ഇവിടെ ചില മത്സ്യങ്ങൾ ഇങ്ങനെ അരികു പറ്റിയിരിപ്പുണ്ട്. നല്ല ആഴത്തിലൊക്കെ ഉണ്ട് അവിടെ. പായലൊക്കെ പിടിച്ച് പായലൊക്കെ പിടിച്ച് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ അങ്ങ് ഒരു പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു മത്സ്യം.